താഴത്തെ നിലയിലെ ചിരി കനം കുറഞ്ഞെങ്കിലും നിലച്ചിരുന്നില്ല. അത് ഒരു കെണിയാണെന്ന് എന്റെ മനസ്സുറപ്പിച്ചു പറഞ്ഞു. പക്ഷേ മുറിയുടെ വാതിൽ തുറന്നുകിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ സ്ഥലം വിട്ട് ഓടണമെന്ന് തോന്നി. ആ രൂപം വീണ്ടും എന്റെ മുറിയിലേക്ക് വന്നാലോ? ഞാൻ എന്റെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു മെല്ലെ കട്ടിലിൽ നിന്നെഴുന്നേറ്റു. വാതിലിനടുത്തെത്തി. താഴെ കാണുന്ന ഇരുട്ടിലേക്ക് എന്റെ കണ്ണുകൾ പതുക്കെ പൊരുത്തപ്പെട്ടു. പടിയിറങ്ങുമ്പോൾ ഓരോ പഴയ മരപ്പലകയും ഞരങ്ങി. ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എങ്കിലും ആ ഞരക്കങ്ങൾ ആ ചിരിയുടെ താളത്തിന് ഒരു പശ്ചാത്തല സംഗീതം പോലെയായി. ഞാൻ താഴെയെത്തി. ആ ചിരി കേൾക്കുന്ന പൂട്ടിക്കിടന്ന മുറിയുടെ വാതിലിലേക്ക് ഞാൻ നടന്നു. വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ ചിരി പെട്ടെന്ന് നിലച്ചു. മുറിയിൽ നിന്ന് ഒരു തണുത്ത കാറ്റ് എന്റെ മുഖത്തേക്കടിച്ചു. വാതിൽ പൂട്ടിക്കിടക്കുകയായിരുന്നില്ല, അത് ഇടയ്ക്ക് തുറന്നുകിടന്നിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ഞാൻ വാതിലിൽ മെല്ലെ തള്ളി. മുറിയിലെ കാഴ്ച കണ്ട എന്റെ നെഞ്ചൊന്നു നിന്നുപോയി. ആ മുറിയിലൊന്നുമില്ലായിരുന്നു. ഒഴിഞ്ഞ പൊടിപിടിച്ച ഒരു മുറി മാത്രം. അവിടെ ഒരു കട്ടിലോ കളിപ്പാട്ടങ്ങളോ മറ്റൊന്നുമില്ല. പിന്നെ ആരാണ് ചിരിച്ചത്? ഞാൻ പുറത്തേക്ക് തിരിയാൻ തുടങ്ങിയപ്പോൾ എന്റെ കണ്ണുകൾ തറയിലെ ഒരടയാളത്തിലുടങ്ങി. ആ പഴയ തറയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയ തുരുമ്പിച്ച താക്കോൽ. അതിനു മുകളിലായി നേർത്ത പൊടിയിൽ എന്റെ പേര് വിരൽ കൊണ്ട് വൃത്തിയായി എഴുതിവെച്ചിരിക്കുന്നു. ആരോ എന്റെ തോളിൽ മെല്ലെ തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. എനിക്കറിയാമായിരുന്നു അതാരാണ്. അത് ആ മുത്തശ്ശി പറഞ്ഞ ഇരുട്ടിന്റെ രൂപമാണ്. അതിന്റെ ശബ്ദം എന്റെ പിന്നിൽ എന്റെ ചെവിയോട് ചേർന്ന് മരവിച്ച ഒരു മന്ത്രം പോലെ മന്ത്രിച്ചു. നമുക്ക് തിരിച്ചു മുകളിലേക്ക് പോകാം. അതോടെ ആ പഴയ തറവാട്ടിൽ നിശബ്ദത മാത്രം. ആർക്കും കേൾക്കാൻ കഴിയാത്ത ഒരു ചിരിയുടെ പ്രതിധ്വനി മാത്രം അവശേഷിച്ചു.